ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ ഒരു വീഡിയോ മാത്രമാണ് കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താത്താനെന്തോ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫാമിലി നിന്നൊക്കെ ചോദ്യം വരുന്നത്. അല്ല, മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു. ഒരു തെറ്റും എൻ്റെ ഷാനുമോ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിന്റെ തലേ ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ചല്ലേ, പിന്നെന്താ തെറ്റ്? അതെ, അല്ല, അപ്പോൾ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് ചോദ്യം വന്നു എന്താ സംഭവം എന്നുള്ളത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങളിതാ സഫുട്ടി ഉണ്ട് ഇവിടെ, ഓളെ പിള്ളേരുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ മൂന്നാക്കിൽ സ്റ്റുഡിയോക്ക് വന്നതാണ്. ഓൾക്കൊരു പാട്ട് പാടണം എന്നും പറഞ്ഞിട്ട് ഇതെൻ്റെ ചങ്കായ ചങ്ക. അതെ, ഞങ്ങൾ എന്തെങ്കിലും പിണക്കുണ്ടോ നിങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു പിണക്കില്ല. പക്ഷെ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടി എനിക്ക് വരാൻ പറ്റില്ല. മറ്റേ MT വീഡിയോയിൽ ഞാൻ ഇത് കണ്ടില്ല, ഇന്റർവ്യൂ പോലെ. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല, അതാട്ടോ ഞാൻ വരാഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ആരും കണ്ടില്ലെന്ന് അടിക്കും. ഇപ്പൊ ഈ കരഞ്ഞ വീഡിയോസ് മാത്രമാണ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കരഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഏതായാലും ഞാൻ വർക്കില്ലാതിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനൊരു നിങ്ങൾക്കൊരു ജോലിക്കാരനായില്ല എന്നുള്ള രീതിയിൽ തമാശ വഴി പറഞ്ഞു. ആള് പറഞ്ഞു ഞാൻ നിന്നെ അനിയനായിട്ട് കണ്ടതാണ്. പക്ഷെ ഞാനും തമാശ രീതിയിൽ പറഞ്ഞു തന്നെയാണ്. എനിക്ക് സീരിയസ് ആയി, അപ്പൊ എനിക്ക് വിഷമായി. പക്ഷെ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് ഒരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ആ കരച്ചിൽ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ അപ്പൊ ഞങ്ങൾ സന്തോഷമായിരിക്കണം. തോളിലൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട്. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, നിങ്ങളിത് കാണാൻ ആദ്യട്ടോ. ഞാൻ ഒട്ടി നിൽക്കുക, ചാരി നിൽക്കുന്ന നിരോധിച്ചിരിക്കുന്ന ആള് കുറച്ച് ഗ്യാപ്പ് അവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയും ചാരി ഇങ്ങനെ നോക്കിയാൽ ഒട്ടുന്നില്ല. അവിടെ ഒന്നും കൂടെ ടച്ച് ചെയ്യും, കാണിച്ചു ക്ലാരിഫിക്കേഷൻ. കണ്ടോ, ഇത്രയും ഗ്യാപ്പ് അവിടെ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്താ ഒട്ടിരുമ്പോ നിൽക്കുന്ന പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം അത് ആള് കുറച്ച് തടിയുള്ളത് കൊണ്ട് അതെ. ഇത് ഞങ്ങൾ രണ്ടാളും കട്ട ഫ്രണ്ട്സ്. എന്നിട്ട് ഇതിന്റെ ഷാനുമോന ഇങ്ങനെ ഒട്ടിക്കൊണ്ടിട്ടില്ല. കുറക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ ബാക്കിൽ ഇങ്ങനെ നിൽക്കണം. ജസ്റ്റ് അന്ന് ആ ബാക്കിൽ നിന്ന സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ചെയർ ഉണ്ട്, ആ ചെയറിലാണ് കൈ വെച്ചിട്ടുള്ളത്. അതും നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ആ ചെയറാണ് അവിടെ, ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും അടുത്തിരിക്കുകയാണെന്ന് തെറ്റിദ്ധാരണ അവിടെ തെറ്റിദ്ധാരണ മാറണം. എന്താ വെച്ചാല് നമ്മള് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും അത് പ്രയാസമുണ്ടാവും. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെയ്യുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യണം. അപ്പോ ഇതാ നമ്മുടെ നിസാറുണ്ട് ഇവിടെ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പാടാൻ വന്നപ്പോഴാണ് നമ്മൾ എന്നേതായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കരുതി. ഇതാണ് നമ്മുടെ നിസാറ്, പാട്ടുകാരനാണ്. നമ്മുടെ ചങ്കന്നെ ഒരു കുഞ്ഞിനെ ഇതിന്റെ ചങ്കാണിത്. ഇപ്പൊ ഇതിന്റെ ചങ്കായിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും ചാനലിനെ കുറിച്ച് പറഞ്ഞാൽ പഴയ ചാനൽ അവിടെ നിൽക്കട്ടെ, പുതിയ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അതിൻ്റെ പുറകിൽ തന്നെ അല്ലായിരുന്നു. വീഡിയോ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് ആരും വെറുപ്പിക്കുന്നില്ല. പുതിയ ചാനൽ കലാകാരനാണ്, നല്ലൊരു പാട്ടുകാരനാണ്. അപ്പൊ നമ്മള് സെലീം കോടത്തൂരിന്റെ കൂടെ പാടിയതാണ്. അല്ല, ക്ലാരിഫൈ ചെയ്യുന്ന ചെയ്ത് കുഴപ്പമില്ല. സെലീം കോടത്തൂരിന്റെ പറഞ്ഞു, സെലീം കോടത്തൂരിന്റെ ഞങ്ങൾ അവിടെ സ്പർശം ചായത്തിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ താത്ത എന്നോട് പറയുന്നത് ഒരു സ്റ്റാറ്റസ് കണ്ടിരുന്നു. അപ്പോൾ സെലീം കോടത്തൂര് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിശാദം നമുക്ക് സെലിക്ക് ഫ്രീ ഉള്ളപ്പോൾ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയാതെ പറഞ്ഞാൽ സെലീംകാരൻ പാടിയിട്ടില്ല, പക്ഷെ പാടണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഉഷാറായിട്ട് എല്ലാരും സലമുത്തുമണിനെ ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാ. ആരും ഒന്നും പറയരുത്. നല്ല രീതിയിൽ നമ്മളെ എത്ര പേര് ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഹസ്ബൻഡ് ഹോസ്പിറ്റലാണെന്ന് കരുതിട്ട് നമുക്ക് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ടെൻഷൻ കൂടുകയേ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ട്രാവൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയും ഹസ്ബൻഡ് ഹോസ്പിറ്റലല്ല, നിങ്ങൾ കണ്ണി കണ്ടവരെ കൂടെ ഇറങ്ങിയല്ലേ, ഫുൾ ടൈം ഫുഡ് കഴിക്കില്ലേ, അത് അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാൻ നമുക്ക് കുറിച്ചുണ്ടാവും മക്കളെ.
എല്ലാവരും ഫുഡ് കഴിക്കാനും അതിന് ഒരു ചാറ് വയറിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മൾ കഴിക്കാതെ ഇരുന്നാലും നമുക്ക് ഊർജ്ജം കിട്ടും. നമ്മൾ വായത്തണ്ട് പൊയഞ്ഞു വീഴല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം മനസ്സിലാവും നിങ്ങൾ. ഇത് പറയുമ്പോൾ നമുക്ക് ആൾക്കാർ ചിരി വരും. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു നിമിഷം ചിരിച്ചു പോയിട്ടുണ്ടാവും. അതായത് സത്യാവസ്ഥ പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു ചിരിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ സത്യമാണ് പറയണത്, പറഞ്ഞാൽ ഒരു തെറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിലൊന്നും അതിനെ നെഗറ്റീവ് പറഞ്ഞ് തളർത്താതെ. ദേഷ്യം ഭയങ്കരമാണ്, അതാ പ്രശ്നം ഉണ്ടായത്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ആ പഴയ സപ്പോർട്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങളെ പോലുള്ള ആളെ കുറച്ച് തടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നിനൊരു കുറവില്ല. അത് കണ്ടിട്ടാണോ നമ്മൾ ചെറുക്കണ് കളിയാക്കുന്നു പരിഹസിക്കുന്നത് അറിയില്ല. നമ്മൾ ഒട്ടി നിൽക്കുന്നതൊക്കെ പറയണത്. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഇതാണ് ഒട്ടല്, ഇതാണ് ഒട്ടി നിൽക്കല്, ഇതിനാണ് ഒട്ടല് എന്ന് പറയുന്നത്. ഒട്ടി നിൽക്കൽ എന്ന് പറഞ്ഞാൽ നല്ല ചാഞ്ഞ് അങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും നിന്നിട്ടില്ല, ഇങ്ങനെ നിന്നിട്ടുള്ളൂ. ഡ്രസ്സിന്റെ കളർ ഒരു ബ്ലാക്ക് പോലെ കാണുന്ന കാഴ്ചപ്പാടിന് കുഴപ്പമാണ്. അപ്പൊ സംഭവം ക്ലാരിഫിക്കേഷൻ ചെയ്യാനുള്ള വേറെ ഒന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ആ കരഞ്ഞ വീഡിയോസ് ഇട്ടിട്ട് റീച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു വിനോദ പ്രശ്നമില്ല. ഞങ്ങൾ അതിന്റെ തലേ ദിവസം അന്നൊക്കെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരാണ്. ആ ലൈവിന് ശേഷം കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഫീൽ ചെയ്തു. കാരണം ഒരിക്കലും ആരും നെഗറ്റീവ് ഉള്ളത് പബ്ലിക് ആക്കണേ നോക്കുള്ളൂ. ഒരാൾ പോസിറ്റീവ് കാര്യം ചെയ്ത് ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യൂല. ഇന്നലെ വീട്ടുകാർ വിളിച്ചു, വീട്ടുകാരൊക്കെ സംസാരിച്ചു. ഇന്നലെ വീട്ടുകാർ സംസാരിച്ചു. കുട്ടി പിണങ്ങുമില്ല, ഇണങ്ങല് മാത്രമേ ഉണ്ടാവുള്ളൂ. തോളില് കൈ വെച്ചത് അനിയനെന്നുള്ള നിരക്കാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ചത് അനിയന്മാരാണ്. പക്ഷെ നമ്മൾ കൈ വെച്ചു എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിപ്പോ ഒരു ആറാമായിട്ട് മാർക്കൂടണം നിങ്ങൾ. എന്ന് വെച്ചാൽ നമ്മൾ അനിയന്മാര് മനുഷ്യന്മാരാണ്. നമ്മൾ സ്നേഹം കൊണ്ട് ഒരു കൈ നിങ്ങളെ ടച്ച് ചെയ്തു. അപ്പം പിന്നെ തൊപ്പിട്ട് കൊടുത്തു, ടച്ച് ചെയ്തു, അന്യപുരുഷനെ ടച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ അഭിനയത്തിൽ എല്ലാവരും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രം എവിടെയെങ്കിലും ഒക്കെ നിന്നിട്ടാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ നമ്മൾ ജസ്റ്റ് ഞങ്ങളിത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും ഒഴിവാക്കാം. അതെ, ഇത്രയും അകലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന് ചാരിയൊക്കെയാണ്, മനസ്സിലായോ? അപ്പൊ എന്തായാലും തടി കുറക്കാൻ വേണ്ടിട്ട് അതെ പഴയതിനേക്കാൾ ഉഷാറായിട്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ആ പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മൾ ഈ പുതിയ ചാനൽ. പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും 1000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി. അതേപോലെ തന്നെ നല്ല വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ ആണെങ്കിലും കമന്റ് ആണെങ്കിലും പോസിറ്റീവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, ആദ്യം ആളെന്താ വർക്കിന് വരുന്നത്? ഹോം നേഴ്സിന് പോയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അതില്ലായല്ല. പക്ഷെ അവളിപ്പോ ഹോം കെയർ വന്നതിന്റെ കാരണം അവളെ ഹോസ്പിറ്റലിലുള്ള കെയറിങ്ങില്ലല്ലോ, പ്രസവത്തിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളിപ്പോ വലിയ സെലിബ്രിറ്റിയല്ലേ. അതുകൊണ്ട് അപ്പൊ നമ്മള് പോവാനും പറ്റില്ല. പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് വിചാരിച്ചിട്ടാണ് കാരണം. പിന്നെ പണി കുറവാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ചാനലിന്റെ പോയത് ഞങ്ങൾ റിക്കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മേ ബി അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ കളഞ്ഞു, താത്ത കളഞ്ഞു, അതെ അത് ഞങ്ങൾ കിട്ടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ പറഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ടായാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതെ.